ഒരു സ്ഥാനത്തിരിക്കുന്നവർ മറ്റ് സ്ഥാനത്ത് വേണ്ടി മത്സരിക്കുന്നത് ഒഴിവാക്കപ്പെടുന്നു. കഴിയുന്നത്ര തെരഞ്ഞെടുപ്പുകളിൽ MLA-മാർ ലോകസഭയിലേക്കും MP-മാർ നിയമസഭയിലേക്കും മത്സരിക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണ്ട. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാ പാർട്ടിക്കാരും ഇതുപോലെ MLA-മാർ MP സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്, MP-മാർ മന്ത്രിസ്ഥാനത്തേക്ക് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുമ്പോൾ, ഇപ്പം ഞാനും ഒരു സന്ദർഭത്തിൽ അങ്ങനെ മത്സരിച്ച ഒരാളാണ്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ ആഗ്രഹിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ഇതുപോലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവർ മറ്റ് സ്ഥാനത്ത് വേണ്ടി മത്സരിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന സമയത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കേണ്ടി വന്നു. ആ തെരഞ്ഞെടുപ്പിൽ തുടർന്ന് ഞാൻ ജയിച്ചു, MLA സ്ഥാനം രാജിവെച്ചു. ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള മുഖ്യ കാരണം ഒരു ബൈ ഇലക്ഷൻ ജനം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നീട് ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലുണ്ടാവില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ്.